വൈദ്യരെ 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 ഞാനാ പങ്കരാക്ഷൻ. എനിക്ക് ഉൽപ്പലാക്ഷൻ ഒന്ന് കാണണം. കാണാം. ഇന്നലെ പുറത്തായിരുന്നു, ഇന്ന് കാലിനെ പേടിച്ച് മുകളിലിരിപ്പുണ്ട്. എനിക്ക് അവനെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. താനും കൂടെ വാ. അയ്യോ ശബ്ദം ഉണ്ടാക്കാടോ. ആരാ? ഞങ്ങളെന്ന് വെച്ചാ പങ്കജാക്ഷനും വൈദ്യരുവാ. കള്ളം പറഞ്ഞെന്നെ കുരുക്കാനല്ലേ? വാതിൽ ഉറക്കില്ല. വാതിൽ ഉറക്കണ പന്നി. കാട്ടുകള്ളനെ നിന്നെ നാട്ടിലെ മഷിനോട്ടക്കാരനാക്കിയ പങ്കജാക്ഷനാ പുറത്ത് തെണ്ടി. ഇവിടെ പറഞ്ഞാടോ. ഇപ്പൊ വിശ്വാസമായി. വാതിലടച്ചോ. എന്താ ഈ രാത്രിയില്ലേ? അത്യാവശ്യമുണ്ട്. നാളെ രാവിലെ നാട്ടുകാരെയൊക്കെ വിളിച്ചുകൂട്ടി അമ്പലത്തിലെ ഭണ്ണാരം എവിടെ ഉണ്ടെന്ന് നീ പ്രവചിക്കുന്നു. ഇതുകൂടി തെറ്റിയ ഇവന്റെ അവസാനത്തെ മഷിനോട്ടായിരിക്കും. ഒരിക്കലുമല്ല, പുതിയൊരു തുടക്കം. ഉൽപ്പലാക്ഷന്റെ വളർച്ചയുടെ തുടക്കം. എങ്ങനെയാ? അതാ മനസ്സിലാവാത്തത്. മനസ്സിലാക്കി തരാം. പുഴക്കരയിലെ മണപ്പുറത്ത് 2 കള്ളന്മാർ ഒളിപ്പിച്ചു വെച്ച ഭണ്ണാരം തൊട്ടപ്പുറത്തെ കുറ്റിക്കാട്ടിൽ ഞാൻ മാറ്റി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. മഷി നോക്കി നാളെ ഈ രഹസ്യം നീ വെളിപ്പെടുത്തുന്നു. ഉൽപ്പലാക്ഷം വളരുന്നു, കണാരനും നാരായണിയും തളരുന്നു. ഏഷനെയും കുശുമ്പും കൊണ്ട് നമുക്ക് കഴിവുള്ള 2 മഷിനോട്ടക്കാരെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇനി അവർക്കൊന്നും തന്നെ പ്രവചിക്കാനുള്ള കഴിവില്ല. അതുകൊണ്ട് കഴിവുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കാത്ത, എന്നാൽ അപാരമായ കഴിവുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ശ്രീ ഉൽപ്പലാക്ഷന് അമ്പലമോഷണ കേസിനെ പറ്റി മഷി നോക്കാൻ ഒരവസരം കൊടുക്കണം. ഏതായാലും വൈദ്യർക്ക് വേണ്ടി ഞങ്ങളൊരു അവസരം നൽകാം. എന്നാൽ സത്യം കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ മഷിനോട്ടം എന്ന ബോർഡും വെച്ചുകൊണ്ട് ഉൽപ്പലാക്ഷൻ ഇവിടെ ഇരിക്കാൻ പാടില്ല. മുകളിലുള്ളവൻ അറിയാതെ ഒന്നും നടക്കില്ലല്ലോ. ഉൽപ്പലാക്ഷൻ മഷി നോക്കട്ടെ. ലുങ്കിയിൽ പൊതിഞ്ഞ ഒരു ഭാണ്ഡക്കെട്ട്. ഭാണ്ഡമല്ല, നമുക്ക് കണ്ട് ഭണ്ഡാരമാ. ഭാണ്ഡത്തിനകത്താണല്ലോ ഭണ്ഡാരം. ഒന്ന് തെളിച്ചു പറയൂ. ജലവും മണലും ചേരുന്ന സ്ഥലം പുഴക്കരയാണോ? അതെ. പുഴക്കരയിലെ വഴിയുടെ ഇടതുഭാഗത്ത് കുറ്റിക്കാടുകൾക്കുള്ളിൽ കുടിച്ചിട്ടിരിക്കുകയാണോ? പിന്നെ ഏതെങ്കിലും കള്ളം തുറന്നു നോക്കൂ. ശരി, നമുക്ക് ഒരുമിച്ച് പോയി നോക്കാം. ഹരി ഓം ശ്രീ. ഭണ്ഡാരം അവിടെ തന്നെ കാണുന്നേ. ഓം കല്യാണിയായ നമഃ. ഉൽപ്പലാക്ഷം പറഞ്ഞ സ്ഥലം ഏതാ? നിക്ക്. ഉൽപ്പലാക്ഷം പറഞ്ഞ സ്ഥലം ഇത് തന്നെ. ഉൽപ്പലാക്ഷന്റെ പ്രവചനം ശരി തന്നെ. എവിടെ ഉൽപ്പലാക്ഷൻ? ഞാനിവിടെ ഉണ്ട്. വലിയ ദിവ്യശക്തിയുള്ള ആളാണ്. തെറ്റിദ്ധരിച്ച് ക്ഷമിക്കണം. സാരമില്ല. ഏതൊരു മഹത് വ്യക്തിയും ആദ്യം അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. എന്റെ തന്നെ അവസ്ഥ അതായിരുന്നല്ലോ. ഇന്നു മുതൽ നമ്മുടെ ഗ്രാമത്തില് ഒരേ ഒരു മഷിനോട്ടക്കാരനേ ഉള്ളൂ. അത് ഉൽപ്പലാക്ഷനാണ്. ഇനി അങ്ങോട്ട് ഉൽപ്പലാക്ഷന്റെ ശുക്രദശയായിരിക്കും. ഈ ദശയിൽ വക്രബുദ്ധികൾക്ക് വരെ വെച്ചടി കയറ്റമായിരിക്കും. വച്ചടി കയറ്റത്തിനിടയ്ക്ക് നല്ല ചുട്ട അടി കൊണ്ട് നട്ടല്ലൊടിഞ്ഞ് ചക്രശ്വാസം വലിക്കുമെന്നാ എന്റെ സംശയം. അങ്ങനെ സംശയം തോന്നിയാൽ നീ എന്റെ വൈദ്യശാലയിലോട്ട് വന്നാൽ മതി. നിന്റെ ശ്വാസം നിർത്തി തരുന്ന കാര്യം ഞാൻ ഏറ്റു. മഷി നോട്ടത്തിന്റെ ABCDEF ജയിച്ച് അറിഞ്ഞോളാത്ത ഞാൻ പ്രവചനം നടത്തിയാൽ നാട്ടുകാർ എന്നേക്കുമായി എന്റെ ശ്വാസം നിർത്തി തരുമെന്നാ എന്റെ പേടി. നീ ഭേദഗതനാകാതെ. എന്തോന്ന്? നീ പേടിക്കാതെ എന്ന്. നാളെ നേരം വെളുക്കും, ആളുകളെത്തും ഓരോ കേസ് തെളിയിക്കാൻ. നമ്മൾ എന്ത് ചെയ്യും? അതിനുള്ള വഴി എന്റെ തലയ്ക്കകത്തുണ്ട്. തലയ്ക്കകത്ത് വെച്ചോണ്ടിട്ട് എന്ത് പ്രയോജനം? ഇറക്കാൻ പോവാ. ഇന്ന് രാത്രി തന്നെ നമ്മൾ ഇതിലെ ലൊട്ടിലൊടുക്ക് മോഷണങ്ങൾ നടത്തുന്നു. അയ്യോ, മോഷണോ? അതെ,
കിണ്ടി, ലോട്ട, ഇഡ്ഡലിക്കുട്ടവും തുടങ്ങിയ പാത്രങ്ങളും ആട്, പശു, കോഴി, താറാവ് തുടങ്ങിയ വളർത്തുമൃഗങ്ങളും ഇതിനെയൊക്കെ പല സ്ഥലങ്ങളിലായി നമ്മൾ കുളിപ്പിക്കുകയല്ല, ഒളിപ്പിക്കുന്നു. ആൾക്കാർ മഷി നോക്കാൻ എത്തുമ്പോൾ ഉൽപ്പലാക്ഷൻ സത്യം തെളിയിക്കുന്നു. എന്താ ഈ ബുദ്ധിയൊക്കെ ജയിലിൽ പോയപ്പോ കിട്ടിയതാ? അവിടെ ജയിലിൽ തന്നെ പോലൊരുത്തൻ കുഞ്ഞിനുണ്ടായിരുന്നു. വളരെ സ്നേഹസമ്പന്നനായ ഒരു കാഞ്ഞ കള്ളൻ. പിന്നെ ഈ ജാതി ബുദ്ധിക്കാ പഞ്ഞം. പരിപാടി തുടങ്ങാം. ഇതല്ലടോ മോഷണം. അവിടെ ഓക്കെ. അതോ? കഴിഞ്ഞു. കുളിച്ചിട്ടില്ല, ആഹാരം കഴിച്ചിട്ടില്ല. എന്തിനാടി കുളിയും ജപമൊക്കെ? നാളെ എത്രയായി ഒരുത്തനെങ്കിലും വഴി നോക്കാൻ ഇങ്ങോട്ട് വന്നിട്ട്? ഒക്കെ അങ്ങോട്ടല്ലേ പോണത്? ആ, എങ്ങനെ കഴിഞ്ഞുകൂടി കുടുംബ? ആങ്ങളെയും പെങ്ങളും കൂടി തല്ലുകൂടി എല്ലാം കളഞ്ഞില്ലേ? എഴുന്നേക്കമ്മേ, ഊണ് കഴിക്കണ്ടേ? എന്തിനാടി ചോറും കറിയും ഒക്കെ? എല്ലാം പോയില്ലേ? എന്ത് പോയിന്ന് അമ്മ പറയുന്നേ? അമ്മാവനായിട്ടുള്ള പിണക്കമൊക്കെ മാറ്റി അമ്മ പഴയ പോലെ ഉഷാറാവണം. നിങ്ങൾ രണ്ടാളും കൂടി ഒന്നായി നിന്നാ ഒരു ഉൾപ്പലാക്ഷൻ ഇവിടെ നിൽക്കാൻ പറ്റില്ല. എന്റെ തല പോയാലും ശരി, ഇനി കള്ള കണാരനുമായി ചെയ്യുന്ന ആരാ എനിക്ക് ഒരു ബന്ധം ഉണ്ടാവില്ല. എങ്കിൽ പട്ടിണി കിടന്ന് ചത്തോ, അതതിലും നല്ലത്. പച്ച വെള്ളം പോലും കുടിക്കാതെ ചാകുന്നെങ്കിൽ അങ്ങ് ചാകട്ടെ മോളെ. എന്നാലെങ്കിലും ഈ അച്ഛന് മനസ്സമാധാനം കിട്ടുമല്ലോ. എനിക്കിഷ്ടായി. അല്ല, ഈ ഗ്രാമവും പാടവും അമ്പലവും അമ്പലക്കുളവും എന്താ പറഞ്ഞേ? കുട്ടി കൊള്ളാലോന്ന്. എന്താണ് പറഞ്ഞേ? ഏയ്, വിശേഷിച്ചൊന്നുമില്ല. കുട്ടി കൊള്ളാന്ന് പറയായിരുന്നു. എന്താ നിനക്ക് വേണോ? പെങ്ങളാണോ പറ്റി? തെറ്റിത്തര കാണിക്കണോടാ. അച്ഛാ, ആ തെണ്ടി എന്റെ പെങ്ങളെ പഞ്ചാര അടിക്കുന്നത് കൈയും കെട്ടി നോക്കി നിൽക്കണോ? ഞാൻ വേണം. കൈയും കെട്ടി നോക്കിஇருந்தா മാത്രം പോരാ, രണ്ട് കൈ പിടിച്ച് ആനയിക്കൊണ്ട് വരണം. നിങ്ങൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? പ്രാന്ത് നിന്റെ തന്തയ്ക്ക്. ഇന്നലെ വരെ ഈ ഗ്രാമത്തിൽ പേരും പെരുമയും ഒക്കെ എനിക്ക് നാരായണിക്ക് മാത്രമായിരുന്നു. ഇന്ന് ഞങ്ങൾ ഒന്നുമല്ല, ഇന്നെല്ലാം അവനാ. പണമുണ്ട്, പ്രശസ്തിയുണ്ട്, അതിലൊക്കെ ഉപരി തറവാടിന്റെ പാരമ്പര്യം നിലർത്തുന്ന ഒരു ജോലിയും മഷിനോട്ടം. അവന് നമ്മുടെ മകളെ ഇഷ്ടായി എന്ന് പറഞ്ഞാൽ സുഹൃതം.
നാരായണന്റെ മോളേക്കാൾ എന്തുകൊണ്ട് നമ്മളുടെ മോൾക്ക് ചേരുക അവൻ തന്നെയാ. അച്ഛാ അച്ചുവേട്ട അച്ചു അവന്റെ പേര് പറഞ്ഞാൽ വെട്ടി തുറുക്കിന്റെ. ഇനി ഇവിടെ എന്ത് നടക്കുമെന്ന് ഞാൻ തീരുമാനിക്കും. എല്ലാവരും അതൊക്കെ അനുസരിച്ചാ മതി. നിങ്ങൾ എന്തിനോട് പുറപ്പാടാ? കല്യാണത്തിന്, നമ്മളുടെ മോളുടെ കല്യാണത്തിന് ഞാൻ പോയി അവനെ കണ്ട് ഇവൻ ചെയ്ത വിവരക്കെന്ന് മാപ്പ് പറഞ്ഞ് നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ നോക്കാം. എല്ലാം തുളയ്ക്കാനുള്ള പുറപ്പാടാ. അല്ല കണാരൻ കാരണം പറഞ്ഞ ഈ ബൈക്കൊക്കെ എനിക്ക് ആ ചെറുക്കനെ ഒന്ന് കാണണം. ഉൽപ്പലാഷിനെ കാണാലോ, കണ്ണ് നിറയെ കാണാലോ. എവിടെ മോളിലാണോ? അതെ, മോള. ഞാനൊന്ന് കണ്ടിട്ട് വരാം. ആ, നിക്ക്. വിരോധമൊന്നും തോന്നരുത്. ഉൽപ്പലാക്ഷനെ കാണാൻ കാത്തിരിക്കുന്നവരാ ഇവരൊക്കെ. ആ. ഓ, പല നാട്ടിൽ നിന്ന് വന്നോരാ കക്ഷി നോക്കാൻ. എന്താ മൂപ്പര് ഒരു തിരക്ക്. എന്താ എനിക്ക് കാണാൻ പറ്റില്ലോ ഇതിരെ? പറ്റുമല്ലോ, പക്ഷേ ടോക്കൺ എടുക്കണം. ഞാനെടുത്ത പൊന്തുവോ? ഹേ, അതല്ലാന്ന്. ഈ നമ്പർ ഇതാ, നല്ല അസല് നമ്പറാ, 36. ആ കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണമല്ലോ. അപ്പറഞ്ഞത് നേരാ. കാര്യം കാണാൻ കഴുത കാലം പിടിക്കണം. ഉം. ആണ്ടിപ്പൂപ്പ, നമ്മുടെ കണാരൻകാരനവർക്കൊരു ചായ. ഞാൻ പോയി ഉൽപ്പലാക്ഷനോട് പറഞ്ഞിട്ട് വരാം. ഉം.